കൂട്ടുകാരൊക്കെ എന്തോ പറയും പാട്ട് കേട്ടിട്ട്? കൂട്ടുകാരെ എനിക്ക് ഭയങ്കര ടച്ചായിട്ടുള്ള കൂട്ടുകാർ കുറവാണ്. കാരണം ഞാൻ വെളിയിലേക്കൊന്നും ഇറങ്ങണില്ലല്ലോ, നമുക്ക് വേറെ കണക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ മൊബൈൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ലോകമായിട്ടുള്ള ബന്ധമുള്ളൂ കൂടുതലും. അതുകൊണ്ട് കൂട്ടുകാർ കുറവാണ്. ഉള്ള ആൾക്കാർ അടിപൊളിയാണെന്ന് പറയും, വിളിക്കും ഒക്കെ പറയാറുണ്ട്. ഈ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ലല്ലടാ. അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിരിക്കില്ലേ അത് പറയുമ്പോൾ. എനിക്കറിയില്ല, ഞാനത് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇവന്റെ വാക്കിലേ പക്വതയുണ്ട്. അതിപ്പോൾ നമ്മളൊരു കൂട്ടുകാരനുണ്ടാകുമ്പോൾ ആ കൂട്ടുകാരൻ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അതെ. അപ്പോൾ നമ്മൾ എത്ര കൂട്ടുകാരാണെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയാൻ കേട്ടോ, ആർക്കും ഇഷ്ടക്കേട് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ അധികം നമ്മൾ എന്തോരം നല്ല കൂട്ടുകാരാണെങ്കിലും നമ്മൾ ഒത്തിരി നമ്മൾ ഇടപഴകി കഴിയുമ്പോൾ അവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാവൂലേ. ഈ കൂടെ നിന്ന് ചതിക്കുന്നത് വലിയൊരു വിഷമമാണല്ലേ? അതല്ല, എനിക്ക് നേരം അങ്ങനെയൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്ക് പൊതുവെ കൂട്ടുകാർ കുറവാണ്. പക്ഷെ ഉള്ള കൂട്ടുകാരിൽ അടിപൊളിയാ. ഉള്ള കൂട്ടുകാർ ഒക്കെ അടിപൊളിയാണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ 10th ഞാൻ എഴുതിയെടുക്കുക ചെയ്തത്. ആ 5ാം ക്ലാസ് വരെ പഠിച്ചത് ഉള്ള ക്ലാസ് ഞാൻ 1ൽ പഠിക്കുമ്പോൾ 6 പിള്ളേരുള്ളൂ ഞങ്ങളുടെ ക്ലാസ്സിൽ, എന്നെ കൂട്ടി. അപ്പോൾ അവരെന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുള്ളൂ. എൻ്റെ പപ്പേനും അമ്മേനേക്കാളും കൂടുതൽ അവർ ടേക്ക് കെയർ ചെയ്യും. ഞാൻ വണ്ടിയിൽ വന്ന് ഞാൻ ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ പപ്പയുടെ വണ്ടിയിൽ പോകുള്ളൂ. അല്ലെങ്കിൽ കാരണം നമുക്ക് സ്കൂൾ ബസ് അങ്ങനെയൊന്നും പറ്റില്ല, തട്ടിമുട്ടേക്ക്. അപ്പോൾ ഞാൻ ചെന്ന് വണ്ടി കയറ്റെങ്കിൽ എത്തുമ്പോഴത്തേക്കും കൂട്ടുകാരൊക്കെ ഓടി വരും, ബാഗ് എടുക്കും, ചേച്ചി ഞങ്ങൾ ഇരുത്തിക്കോളാം നിന്നോളാം. അന്ന് ഞാനിങ്ങനെയല്ല, ചുമ്മാ നടക്കുകയൊക്കെ ചെയ്യും. ഇപ്പം നടക്കാൻ പറ്റാതായതാ. ഒരു 5 കഴിഞ്ഞ ശേഷമാണ് നടക്കാൻ പറ്റാതായത്. അതങ്ങനെ വരാൻ കാരണം എന്തുവാ? അത് ഇതിൽ അസുഖം തന്നെയാണ്. അത് ഈ അസുഖം കാലിൻ്റെ ഒരു ജോയിൻറ്റിൽ അസുഖം വന്നപ്പോൾ തൊലി ഇങ്ങനെ കൂടിപ്പോയതാണ്, പിന്നെ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞിട്ട് കൂട്ടുകാർ എല്ലാം നല്ല സപ്പോർട്ടുള്ള കൂട്ടുകാരായിരുന്നു എനിക്ക്. എല്ലാവരും അതെ, എന്നെ ചോറുണ്ടാക്കാൻ പോകുമ്പോൾ എൻ്റെ പാത്രങ്ങൾ കഴുകി തരും, എന്നെ മൂത്രം വയ്ക്കാനായിട്ട് കൂട്ടുവരും. അങ്ങനെ എല്ലാ കൂട്ടുകാരും എനിക്ക് സ്പെഷ്യലായിരുന്നു. എൻ്റെ സൗഹൃദം എനിക്ക് പ്രിയപ്പെട്ടതാ, അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ 5 കഴിഞ്ഞ് പിന്നെ ഞാൻ പോയില്ല. അവരവരുടേതായ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോയി. അങ്ങനെ കണക്ഷൻസ് വിട്ടു പോകാൻ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്ന് അവർ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തുവാ സൗഹൃദത്തോട് പറയാനുള്ളേ? താങ്ക് യു. എന്നെ അത്രയും കെയർ ചെയ്തതിന്, ഇപ്പോഴും എന്നെക്കുറിച്ച് ഓർക്കുന്നതിന്, എന്നെ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട് അതിലൊക്കെ 2-3 പേരൊക്കെ. അവർക്കൊക്കെ നന്ദി, താങ്ക് യു. അവർക്ക് ഭയങ്കര സന്തോഷമാ. അവരുടെ കൂടെ പഠിച്ച അവര് കൊണ്ടു നടന്ന ഗോഡ്വിൻ ഇന്ന് വലിയൊരു പൊസിഷനിലെത്തി. ഇന്ന് ഭയങ്കരമായിട്ട് അവർ കെയർ ചെയ്യും. എൻ്റെ പപ്പേനെ അമ്മേനേക്കാളും കൂടുതൽ അവർ കെയർ ചെയ്യായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴത്തേനും തട്ടാതെ മുട്ടാതെ, പിള്ളേർ ഓടി കളിക്കുന്ന പിള്ളേരാണല്ലോ, നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചോണമെന്നില്ല. എടാ ഗോഡ്വിന് തട്ടില്ല, അവിടെ തട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിരുത്തും. സേഫായിട്ട് ഇപ്പോൾ ഒരു ആനിവേഴ്സറിക്കാണെങ്കിൽ എന്നെ സേഫായിട്ട് സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തും. അങ്ങനെയുള്ള എല്ലാ പിള്ളേരും നല്ല 5 വരെ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ. അത് കഴിയുമ്പോൾ ഞാൻ പിന്നെ പോയില്ല. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും, എനിക്ക് ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ അടിപൊളി കൂട്ടുകാർ. ഇനി ഗോഡ്വിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? ഇനി ഒരു വീടിൻ്റെ ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ഓട്ടോറിക്ഷയുടെ ആവശ്യമുണ്ട് പ്രൈവറ്റായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേ വണ്ടിക്കൂലിയുടെ ഒരു പ്രശ്നമുണ്ട്, വണ്ടിയുടെ കൂലി പ്രശ്നമുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഇടയ്ക്കൊന്ന് വെളിയിലൊക്കെ ഇറങ്ങണമെന്ന് വെച്ചാൽ എനിക്ക് ഈ ബൈക്കും സ്കൂട്ടറൊക്കെ ഭയങ്കര പാടായിരിക്കാനാ. ഇപ്പോഴാണെങ്കിൽ തന്നെ ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. എനിക്ക് ഇരിക്കാനും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ആകുമ്പോൾ പപ്പ ഡ്രൈവറായിരുന്നു പണ്ട്. ഞാൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ പിന്നെയാണ് പപ്പ പോക്ക് നിർത്തിയത്. ബസ്സിലൊക്കെ ഡ്രൈവറായിരുന്നു. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ആകുമ്പോൾ നമുക്കത് പ്രൈവറ്റായിട്ട് ഓടിച്ച് പോകാമല്ലോ, ലൈസൻസൊക്കെ ഉള്ള ആളാണ്. അപ്പം പുള്ളി ഓടിച്ചോളും. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് നമുക്ക് ചെയ്യണം. എങ്ങനെയെങ്കിലും പ്ലാൻ ഇട്ടിരിക്കും. ആഗ്രഹം നടക്കൂടാ. അങ്ങനെ ഒരു പ്ലാൻ. അതല്ല, ഇനി ഇന്റർവ്യൂ ഇറങ്ങുന്ന സമയത്ത് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും കേട്ടോ. ഈ പറഞ്ഞിട്ട് വീട് നമ്മുടെ വീടാണ് സ്വപ്നം. ഏതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ വീട് എന്ന് പറയാ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വാടകയ്ക്കാ. പിന്നെ വീട് തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം. വീടിന് ഒരു ചെറിയ സ്ഥലമൊക്കെ ഉണ്ട്.
അപ്പോൾ എൻ്റെ പേരിലില്ല, പപ്പയുടെ അപ്പച്ചൻ്റെ അമ്മയുടെ പേരിൽ സ്ഥലമുണ്ട്. അപ്പോൾ അവർ വീട് വെക്കാനായിട്ട് ഒരു സഹായത്തിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആവണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ് പേപ്പേഴ്സൊക്കെ റെഡി ആവണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതെല്ലാം അടിപൊളിയായിട്ട് നടക്കും. നടക്കണം. വീട് വെച്ചിട്ട് വിളിക്കുവാണോ നീ? പിന്നെ വിളിക്കില്ലേ, എന്നാ ചോദ്യം വന്നല്ലേ? പിന്നെ എല്ലാവരും വിളിക്കും. നമ്മൾ അടിച്ചു പൊളിക്കും.